എന്നത് ഇന്നത്തെ കാലത്ത് ഒരു നിസ്സാര കാര്യമല്ല. ഫോൺ വിളിക്കുവാനുള്ള മാർഗം മാത്രമായല്ല നമ്മൾ മൊബൈൽ നമ്പറുകളെ ഉപയോഗിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ, സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ, കൂടാതെ നിരവധി ഡിജിറ്റൽ സേവനങ്ങൾ, അങ്ങനെ ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ഫോൺ നമ്പറുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നമ്പറുകൾ നമ്മൾ കുറച്ചുകാലം ഉപയോഗിക്കാതിരുന്നാൽ ആ നമ്പർ മറ്റൊരാൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണല്ലേ? ഇത്തരത്തിൽ നമ്പർ മറ്റൊരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുവഴി ചില അപകടങ്ങളും നമ്മളെ തേടിയെത്തും. പഴയ ഫോൺ നമ്പർ മാറ്റി പുതിയതെടുക്കുമ്പോൾ ഓൺലൈൻ സേവനങ്ങളിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ ആ നമ്പർ പിന്നീട് ലഭിക്കുന്ന വ്യക്തിക്ക് ആദ്യ ഉപഭോക്താവിന്റെ ഫോൺ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പല സേവനങ്ങളിലേക്കും വളരെ എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ സാധിക്കും. ആളുകളുടെ സ്വകാര്യതയുടെ ഭീഷണിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. മുൻഉടമ അറിയാതെ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ, ഡെലിവറി ആപ്പുകൾ അല്ലെങ്കിൽ സർക്കാർ സൈറ്റുകളിൽ പോലും പുതിയ ഉപഭോക്താക്കൾ പ്രവേശനം നേടിയതായി നിരവധി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു മൊബൈൽ നമ്പർ 90 ദിവസം ഉപയോഗിക്കാതിരിക്കുകയോ റീചാർജ് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അത് പ്രവർത്തനരഹിതം എന്ന് അടയാളപ്പെടുത്താനും മറ്റൊരാൾക്ക് ആ നമ്പർ നൽകാനും സാധിക്കും. ഇത്തരത്തിൽ പ്രവർത്തനരഹിതമായ നമ്പറുകൾ വീണ്ടും നൽകുന്നതിൽ നിന്ന് ടെലികോം ഓപ്പറേറ്റർമാരെ തടയാനാവില്ലെന്ന് 2023 കോടതിയും വിധിച്ചിരുന്നു. പരിമിതമായ നമ്പർ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കുമെങ്കിലും ഈ രീതി ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ നമ്പർ മാറ്റുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും. നമ്പർ മാറ്റിയാലുടൻ തന്നെ അതുമായി ബന്ധിപ്പിച്ച എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും കോണ്ടാക്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു വഴി. മറ്റൊന്ന്, ബാങ്ക് അക്കൗണ്ടുകളിലും UPI ആപ്പുകളിലും പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയവയൊക്കെയും നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ബാങ്ക് ശാഖ സന്ദർശിക്കുകയോ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. മിക്ക ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകളിലും സെറ്റിംഗ്സ്, പ്രൊഫൈൽ അപ്ഡേഷൻ, മൊബൈൽ നമ്പർ എന്ന ഓപ്ഷനിലൂടെ നമ്പർ മാറ്റാൻ സാധിക്കും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ സെറ്റിംഗ്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന ഭാഗത്ത് പോയി നിങ്ങളുടെ പഴയ നമ്പറിന് പകരം പുതിയ നമ്പർ നൽകണം. ഇമെയിലിലും 2 ഫാക്ടർ ഒതന്റിക്കേഷനുകളിലും ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ മാറ്റുകയോ ലോഗിൻ കോഡുകൾ മറ്റൊരാൾക്ക് ലഭിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിങ്ങളുടെ ഇമെയിൽ വഴി വെരിഫൈ നടത്തുകയോ വേണം. സ്വീകരിക്കാവുന്ന ഏറ്റവും ലളിതമായ മുൻകരുതൽ നിങ്ങളുടെ പഴയ നമ്പർ ദീർഘകാലം പ്രവർത്തനരഹിതമാക്കാതിരിക്കുക എന്നതാണ്. ഒരു സിം ഉപയോഗിക്കുന്നതിന് നിർത്തുന്നതിന് മുൻപ് എല്ലാ പ്രധാനപ്പെട്ട ആപ്പുകളിലും വെബ്സൈറ്റുകളിലും നമ്പർ അപ്ഡേറ്റ് ചെയ്യുക. കൂടാതെ ഇമെയിലിലേക്ക് വരുന്ന ലോഗിൻ അലേർട്ടുകളും സുരക്ഷാ അറിയിപ്പുകളും എപ്പോഴും നിരീക്ഷിക്കുന്നതും ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സഹായിക്കും.